ദ സീക്രറ്റ് ടു ഹാപ്പിനെസ് എന്നതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഹൗ ടു റിമെയിൻ ഹാപ്പി ഓൾവേസ്. സോ നമ്മൾ മെഡിറ്റേഷനെ പറയുക എന്ന് പറയുന്നത്, ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആക്ച്വലി അവർ റിയൽ നേച്ചർ, അല്ലെങ്കിൽ കുറച്ചുകൂടെ വ്യക്തമാക്കുന്ന വാക്ക് ജോയ്ഫുൾനെസ് എന്നൊരു സംഭവം ആണ്. ജോയ് എന്നൊരു വാക്കാണ് ഒന്നും കൂടെ നമുക്ക് ഒരു മെഡിറ്റേഷൻ്റെ കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഹാപ്പിനെസ്സിനെ കണക്കാക്കുമ്പോൾ ജോയ് എന്നൊരു സ്റ്റേറ്റ്, ഒരു ഹാപ്പിനെസ് എന്ന് പറയുമ്പോൾ ഒരു ഭയങ്കര ഒരു എന്താ പറയുന്ന ഒരു എക്സ്ട്രീം ഇൻറ്റൻസ് ആയിട്ടുള്ള സംഭവം. ജോയ് എന്ന് പറയുമ്പോൾ കുറച്ചുകൂടെ ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു നാച്ചുറൽ ഫ്ലോ ഓഫ് സ്റ്റേറ്റിനെയാണ് നമ്മൾ ജോയ് എന്നുകൊണ്ട് വ്യക്തമാക്കുക എന്ന് പറയുന്നത്. പക്ഷേ പലരും പല വേർഡാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ കുറച്ചുകൂടെ ജോയ്, ഹാപ്പിനെസ് ഒക്കെ എല്ലാം ഒരേ മീനിങ് ആണ് നമ്മൾ പോർട്രേ ചെയ്യുന്നതെങ്കിലും ജോയ് എന്നതാണ് കുറച്ചുകൂടെ ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് ഓഫ് ഹാപ്പിനെസ് ആയിട്ട് നമ്മൾ മെഡിറ്റേഷനെ കാണുക എന്ന് പറയുന്നത്. സോ ഹൗ ടു അറ്റൈൻ ടു ദിസ് സ്റ്റേറ്റ് എന്നതിനെ പറ്റിയാണ് നമ്മൾ ബേസിക്കലി നോക്കുന്നത്. സോ മെഡിറ്റേഷൻ്റെ കോണ്ടെക്സ്റ്റ് പറയുമ്പോൾ ഹാപ്പിനെസ്സിനെ ബ്ലോക്ക് ചെയ്യുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഈഗോ എന്നൊരു സംഭവം എന്നാണ് നമ്മൾ മെയിനായിട്ട് പറയാമെന്ന് പറയാം. അതായത് നമ്മൾ ഒരുപാട് ഈഗോയിസ്റ്റിക് ആകുമ്പോൾ ഒരുപാട് നമ്മൾ ഈഗോയിൽ ജീവിക്കുമ്പോഴാണ് നമുക്ക് പൊതുവേ നമ്മൾ ആ ഒരു ഹാപ്പിനെസ് എന്ന ഒരു സംഭവം നമ്മൾ ലൈഫിൽ നിന്ന് മിസ്സാകുക എന്ന് പറയുന്നത്. സോ എന്താണ് ഈഗോ ആക്ച്വലി? സോ അതിലേക്ക് നമുക്കൊന്ന് നോക്കാം. സോ ഈഗോ എന്ന് പറഞ്ഞാൽ ബേസിക്കലി എന്ന് പറയുന്നത് ഒരു ആർട്ടിഫിഷ്യൽ സെൽഫ് എന്നാണ് നമ്മൾ പറയാന്ന് പറയുന്നത്. അതായത് ആക്ച്വലി നമ്മൾ മെഡിറ്റേഷനിൽ പറയാന്ന് പറയുന്നത് നമുക്ക് ഒരു റിയൽ സെൽഫുണ്ട്, നമ്മുടെ ഒരു ഓതൻറ്റിക് റിയൽ സെൽഫുണ്ട്, വിച്ച് ഈസ് നോട്ട് ദ സോ കോൾഡ് ഈഗോ. ഈഗോ എന്ന് പറഞ്ഞാൽ ബേസിക്കലി നമ്മുടെ പേര് എന്താ അല്ലേ, നമുക്കൊരു നെയിം ഉണ്ടായിരിക്കാം, പിന്നെ നമ്മുടെ ആ ഒരു ബേസിക്കലി നമ്മുടെ സൊസൈറ്റി നമ്മൾ കൾട്ടിവേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ക്യാരക്ടർ, ആ ഒരു പാറ്റേൺ, നമ്മൾ ഇത്രയും നാളും ഇപ്പോൾ നമ്മൾ 20 വർഷം ജീവിക്കുക അല്ലെങ്കിൽ 30 വർഷം ജീവിക്കുകയാണെങ്കിൽ അത്രയും വർഷം നമ്മൾ ഡെവലപ്പ് ചെയ്ത ആ ഒരു ടൈപ്പ് ഓഫ് പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നമ്മുടെ ആ ഒരു ബേസിക്കലി നമ്മളത് സൊസൈറ്റിയുടെ ഒരു ഭാഗമായിട്ട് വരുന്നതാണ്. നമ്മൾ ഒരു പർട്ടിക്കുലർ സൊസൈറ്റിയിൽ ജീവിക്കുന്ന മൂലമാണ് നമുക്ക് ആ ഒരു സൊസൈറ്റിയുടെ ആ ഒരു രീതികൾക്കനുസരിച്ച് നമ്മൾ പൊരുത്തപ്പെട്ട് വരുമ്പോൾ നമ്മളൊരു ആർട്ടിഫിഷ്യൽ പേഴ്സണാലിറ്റി നമ്മൾ ഡെവലപ്ഡ് ആകുന്ന ഒരു സാഹചര്യം വരും. സോ അതിൻ്റെയൊക്കെ എല്ലാം കൂടെ ഈ പേഴ്സണാലിറ്റിയും അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം കൂടെ കൂടിച്ചേരുന്നൊരു സംഭവമാണ് നമ്മൾ ഈ ഒരു ഈഗോ എന്ന് പറയുന്നത്, സോ കോൾഡ് ഈഗോ എന്ന് പറയുന്നത്. ബേസിക്കലി അതിൽ നമ്മുടെ നെയിം ഇൻവോൾവ്ഡ് ആണ്, നമ്മുടെ പ്രൊഫഷൻ ഇൻവോൾവ്ഡ് ആണ്, പിന്നെ അവിടെ നമ്മളുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ബാക്കി ആൾക്കാർ, ഫാമിലി, ഫ്രണ്ട്ഷിപ്പ്, റിലേഷൻഷിപ്പ്, അങ്ങനെ പല കാര്യങ്ങളും, നമ്മുടെ വർക്ക് റിലേഷൻസ്, അങ്ങനെ പല കാര്യങ്ങളായിട്ടുള്ള എസ്പെഷ്യലി ഫ്രം ദ ഔട്ട്സൈഡുമായിട്ടുള്ള ഒരു കണക്ഷൻസ് മൂലം നമ്മളിൽ ഫോം ചെയ്തിരിക്കുന്ന ഒരു സംഭവത്തിനെയാണ് നമ്മൾ ഈഗോ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ സെൽഫ് എന്ന് പറയുന്നത്. സോ മെഡിറ്റേഷൻ്റെ പ്രയോറിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ഈ ആർട്ടിഫിഷ്യൽ സെൽഫിനെ ഡ്രോപ്പ് ചെയ്തിട്ട് നമ്മുടെ റിയൽ സെൽഫ് എന്താണ് എന്ന് കണ്ടുപിടിക്കുക എന്നതാണ് നമ്മുടെ മെഡിറ്റേഷൻ്റെ ഒരു പ്രയോറിറ്റി എന്ന് പറയുന്നത്. സോ നമ്മൾ ആ റിയൽ സെൽഫിലേക്ക് നമ്മൾ എത്തുമ്പോൾ മാത്രമേ നമ്മളിൽ ഹാപ്പിനെസ് എന്നൊരു സ്റ്റേറ്റിൽ നമുക്ക് എപ്പോഴും എക്സിസ്റ്റ് ചെയ്യാൻ പറ്റൂ. ഹാപ്പിനെസ് നമ്മുടെ നേച്ചറായിട്ട് ഒരു 24 hours സ്റ്റേറ്റ് ആയിട്ട് നമുക്ക് മാറണമെങ്കിൽ നമ്മുടെ ആ ഒരു റിയൽ ഓതൻറ്റിക് സെൽഫിലേക്ക് നമ്മൾ വരണമെന്നാണ് ബേസിക്കലി നമ്മൾ മെഡിറ്റേഷനിലേക്ക് പറയാമെന്ന് പറയുന്നത്. പിന്നെ ഈഗോയും റിയൽ സെൽഫുമായിട്ടുള്ള കുറച്ച് ഡിഫറൻസിയേഷൻസ് നിങ്ങൾക്ക് ഞാൻ തരുന്നുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും എങ്ങനെയാണ് ഈഗോയും റിയൽ സെൽഫും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഈഗോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓൾവേസ് ക്രിയേറ്റഡ് ബൈ ദ മൈൻഡ് എന്നാണ് പറയുന്നത്. അതായത് ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് അവർ മൈൻഡ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആ ഒരു മെമ്മറി, ആ ഒരു പാസ്റ്റ്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു നോളജ്, അങ്ങനെ അതുമായിട്ട് ഇങ്ങനെ മൈൻഡുമായിട്ട് ഒരുപാട് റിലേറ്റഡ് ആണ് നമ്മുടെ ഈഗോ എന്ന് പറയുന്നത്. റിയൽ സെൽഫ് എന്ന് പറയുന്നത് ആക്ച്വലി ബിയോണ്ട് മൈൻഡാണ്. അതായത് നമ്മുടെ മൈൻഡിനെ ട്രാൻസെൻഡ് ചെയ്യുന്നതിലൂടെയാണ് നമ്മൾ നമ്മുടെ ആ ഒരു റിയൽ സെൽഫിലേക്ക് നമ്മൾ വരിക എന്ന് പറയുന്നത്. സോ മെഡിറ്റേഷൻ മീൻസ് ഗോയിങ് ബിയോണ്ട് യുവർ സോ കോൾഡ് മൈൻഡ് ആൻഡ് ട്രാൻസെൻഡിങ് ഇറ്റ്. ആ ഒരു സ്റ്റേറ്റിലാണ് നമ്മൾ റിയൽ സെൽഫിനെ നമ്മൾ അറിയാമെന്ന് നമ്മൾ പറയാമെന്ന് പറയുന്നത്. പിന്നെ ഈഗോ എന്ന് പറയുന്നത് ഇറ്റ് ലീവ്സ് ഇൻ കമ്പാരിസൺ. എപ്പോഴും ഒരു കമ്പാരിസണിൻ്റെ പുറത്താണ് ഒരു ഈഗോ എക്സിസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അതായത് നമുക്ക് മറ്റുള്ള ആൾക്കാരുമായിട്ടുള്ള നമ്മൾ കമ്പയർ ചെയ്യുക, അങ്ങനെ എപ്പോഴും ഒരു വേറൊരാളുമായിട്ടുള്ള കമ്പാരിസണിലൂടെയാണ് ഈഗോ എക്സിസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. റിയൽ സെൽഫ് എന്ന് പറയുന്നത് ഇറ്റ് നീഡ്സ് നോ കമ്പാരിസൺ. ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് പ്യൂർ അവെയർനെസ്, ഒരു പ്രസൻസ് ആയിട്ട് നമുക്ക് നമ്മളെ തന്നെ ഫീൽ ചെയ്യുന്ന ഒരു സ്റ്റേറ്റിനെയാണ് നമ്മൾ റിയൽ സെൽഫ് എന്ന് പറയുന്നത്. പിന്നെ ഈഗോ എന്ന് പറയുന്നത് ഇറ്റ് ഓൾവേസ് സീക്സ് റെക്കഗ്നിഷൻ. എപ്പോഴും നമുക്ക് മറ്റുള്ളവർ അക്സെപ്റ്റൻസ് വേണം, അപ്രിസിയേഷൻ വേണം, അങ്ങനെ മറ്റുള്ളവർ അംഗീകാരം വേണം എന്ന് എപ്പോഴും നമ്മൾ ഈഗോയിൽ ജീവിക്കും. നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് ആ ഒരു റെക്കഗ്നിഷൻ വേണം എന്ന് നമ്മൾ ഫീൽ ചെയ്യും. സോ നമ്മളൊരു റിയൽ സെൽഫിലായി കഴിഞ്ഞാൽ റിയൽ സെൽഫ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് കോണ്ടൻറ്റ് വിത്ത് എലോൺനെസ്.
നമ്മുടെ എലോൺനെസ്സിൽ നമ്മളൊരു സംതൃപ്തി നൽകുന്ന ഒരു സ്റ്റേറ്റിനെയാണ് നമ്മൾ ഒരു റിയൽ സെൽഫ് എന്ന് വിളിക്കുക എന്ന് പറയുന്നത്. ഇൻ റിയൽ സെൽഫ് യു ഡോണ്ട് നീഡ് ദ റെക്കഗ്നിഷൻ ഓഫ് അതേഴ്സ്, മറ്റുള്ളവരുടെ അക്സെപ്റ്റൻസോ മറ്റുള്ളവർ റെക്കഗ്നിഷനോ, നമുക്ക് ഫെയിമോ ഫെയിം പോലുള്ള കാര്യങ്ങൾക്ക് നമ്മൾ ഹാങ്കർ ചെയ്യുന്നോ, അങ്ങനെ നമുക്ക് മറ്റുള്ളവരുടെ റെസ്പെക്റ്റോ അതൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. ബട്ട് സ്റ്റിൽ യു ആർ കോണ്ടൻറ്റ് വിത്ത് യുവർ സെൽഫ്. നമുക്ക് നമ്മളിൽ തന്നെ പൂർണ്ണ സംതൃപ്തി നൽകുന്ന ഒരു സ്റ്റേറ്റാണ് റിയൽ സെൽഫ് എന്ന് പറയുന്നത്. പിന്നെ ഈഗോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ടെമ്പററി ആയിട്ടുള്ള ഒരു തിങ് ആണ്. അതായത് ഒരു പർട്ടിക്കുലർ ഏജിൽ നമ്മളെ ഒരാൾ ഒരു പേരിട്ട് വിളിക്കുന്നു, പിന്നെ നമ്മൾ ആ പേര് മൂലം നമുക്കൊരു ഐഡൻറ്റിറ്റി കിട്ടുന്നു. അതായത് ഇപ്പോൾ എന്നെ അഭിനന്ദുന്ന ഒരു പ്രായത്തിൽ എനിക്ക് പേരിടുന്നു, പിന്നെ ഞാൻ ആ ഒരു പേരിലൂടെ ഞാൻ എക്സിസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു സംഭവമാണ് ഈഗോ എന്ന് പറയുന്നത്. റിയൽ സെൽഫ് എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ മെഡിറ്റേഷനിൽ പറയുന്നത് ഇറ്റ് ഈസ് എൻ എറ്റേണൽ തിങ്. ഇറ്റ് ഈസ് നോട്ട് കമ്മിങ് വിത്ത് ആർട്ടിഫിഷ്യൽ നെയിമോ, ഒരു നെയിമിൻ്റെ പുറത്തോ അല്ലെങ്കിൽ നമ്മുടെ എന്തെങ്കിലും നമുക്കൊരു എക്സ്റ്റേണൽ ഐഡൻറ്റിഫിക്കേഷൻ മൂലം നമുക്ക് കിട്ടുന്ന ഒരു സാധനമല്ല റിയൽ സെൽഫ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് സംതിങ് ഓൾവേസ് എറ്റേണൽ എന്നാണ് നമ്മൾ ബേസിക്കലി പറയുന്നത്. പിന്നെ ഈഗോയിൽ ജീവിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ടെൻഷൻസ്, ഫിയർഫുൾ ആയിട്ട് നമുക്ക് ഒരുപാട് ഫീൽ ചെയ്യും. അത് ഈഗോ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, നമുക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എപ്പോഴും നമുക്കൊരു ഫിയർ കാണും കോൺസ്റ്റൻറ്റ്. നമുക്ക് ഈഗോ എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്ക് എന്താ നമ്മുടെ ശരീരം, നമ്മുടെ മനസ്സ് എന്ന രീതിയിലാണ് നമുക്ക് നമ്മളെ തന്നെ ഫീൽ ചെയ്യുക എന്ന് പറയുന്നത്. സോ ഈ ശരീരവും മനസ്സിന് എപ്പോൾ വേണമെങ്കിലും എന്തും സംഭവിക്കാം എന്നുള്ളൊരു ആൻസൈറ്റിയും ഫിയറും നമുക്ക് എപ്പോഴും ഉണ്ടാകും. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, സോ എപ്പോഴും ഒരു കോൺസ്റ്റൻറ്റ് എന്തു പറയുന്നത് ഒരു ഇൻസെക്യൂരിറ്റി നമുക്ക് ഫീൽ ചെയ്യും നമ്മൾ ഒരുപാട് ഈഗോയിസ്റ്റിക് ആയിട്ട് ജീവിക്കാൻ നേരത്തെന്ന് പറയുമ്പോൾ. റിയൽ സെൽഫ് എന്ന് പറയുകയാണെങ്കിൽ ആ ഒരു റിയൽ സെൽഫ് എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റിൽ നമ്മൾ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് പീസ്ഫുൾ, ബ്ലിസ്ഫുൾ ആയിട്ടുള്ളൊരു സ്റ്റേറ്റ് ആയിരിക്കും നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാന്ന് പറയുന്നത്. അതായത് നമ്മളും പ്രപഞ്ചവും തമ്മിൽ ഒരു കണക്ഷൻ, ഒരു വൺനെസ് നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങും. അതായത് അതിലൂടെയാണ് നമുക്ക് ഒരു ആന്തരികമായ ശാന്തതയും ഒരു പരമാനന്ദമൊക്കെ നമുക്ക് ഫീൽ ചെയ്യാമെന്ന് പറയും. ഒരു ബ്ലിസ്ഫുൾനെസ് വരുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈഗോ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു സെപ്പറേഷൻ ഉണ്ട്. ഞാൻ വേറെ, എക്സിസ്റ്റൻസ് വേറെ, ഞാൻ വേറെ, നീ വേറെ എന്നൊരു സെപ്പറേഷൻ എപ്പോഴും ഉണ്ട്. പക്ഷേ നമ്മൾ റിയൽ സെൽഫിൽ വരുമ്പം നമ്മളും എക്സിസ്റ്റൻസും വേറെയല്ല, നമ്മുടെ എക്സിസ്റ്റൻസ് ഒന്നാണ്. ഞാൻ തന്നെയാണ് യൂണിവേഴ്സ്, ഞാൻ തന്നെയാണ് ഈ പ്രപഞ്ചം. പ്രപഞ്ചം എന്ന് പറയുന്നത്, ഞാനെന്ന് പറയുന്നത് ഈ പ്രപഞ്ചത്തിൻ്റെ ഭാഗമാണ്. ഞാൻ വേറെയല്ല, പ്രപഞ്ചം എന്നെ പ്രൊട്ടക്റ്റ് ചെയ്തോളും, ഞാൻ പേടിക്കേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ ഫിയറും ടെൻഷൻസും എല്ലാം നമുക്ക് മാറിക്കിട്ടുന്നത് അതുകൊണ്ടാണ് നമ്മൾ റിയൽ സെൽഫിലേക്ക് എത്തുമ്പോൾ. സോ മെഡിറ്റേഷൻ്റെ പ്രയോറിറ്റി അതാണ്, നമ്മളെ ആ ഒരു റിയൽ സെൽഫിലേക്ക് എത്തുക, നമ്മളെ പീസ്ഫുള്ളാക്കുക, ബ്ലിസ്ഫുള്ളാക്കുക, എക്സിസ്റ്റൻസുമായ ഒരു വൺനെസ് നമ്മൾ ഫീൽ ചെയ്യിപ്പിക്കുക എന്നത് ആണ് മെഡിറ്റേഷൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. സോ ഇതാണ് ഈഗോയും റിയൽ സെൽഫും തമ്മിലുള്ള ഡിഫറൻസിയേഷൻ എന്ന് പറയാം. സോ മൊത്തത്തിൽ പറഞ്ഞാൽ നമ്മൾ റിയൽ സെൽഫിൽ, നമ്മുടെ ഓതൻറ്റിക് സെൽഫിലേക്ക് എത്തുന്നതിലൂടെയാണ് നമുക്കൊരു ബ്ലിസ്ഫുൾ ഹാപ്പിനെസ്സും ജോയും ഒക്കെ നമ്മളിൽ എത്തിച്ചേരുക എന്ന് പറയുന്നത്. ലൈഫ് ഒരു വൺനെസ്സിൽ പോകാൻ സാധിക്കണമെങ്കിൽ ഈ ഒരു സ്റ്റേറ്റ് നമുക്ക് അത്യാവശ്യമാണ്. സോ നമ്മുടെ ബാരിയർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ. സോ ആ ഒരു തടസ്സം എന്ന് പറയുന്നത് ആക്ച്വലി നമുക്ക് ആ ഈഗോയാണ്. ഈഗോ ഈസ് ദ ബാരിയർ ടു റീച്ച് എ സ്റ്റേറ്റ് ഓഫ് പ്യുവർ ഹാപ്പിനെസ്, അല്ലെങ്കിൽ ഹാപ്പിനെസ്സും ബ്ലിസ്ഫുൾനെസ്സിലേക്കുള്ള ഒരു ബാരിയറായിട്ട് നിൽക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഈഗോയാണ്. സോ എങ്ങനെ നമുക്ക് നമ്മുടെ ഈഗോ ഡ്രോപ്പ് ചെയ്യാൻ സാധിക്കും? ഈഗോ ഡ്രോപ്പ് ചെയ്ത് നമുക്ക് നമ്മളെങ്ങനെ റിയൽ സെൽഫിലേക്ക് വരാൻ സാധിക്കും? ഒരു ഈഗോലെസ്നെസ് നമ്മളിൽ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും? സോ അതാണ് നമ്മളിനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോവുക എന്ന് പറയുന്നത്. സോ ഇതെന്ന് പറയുന്നത്, സോ ഇനി നമ്മൾ ഈഗോ ഡ്രോപ്പ് ചെയ്യുന്ന കാര്യങ്ങളെ പറ്റി പറയുമ്പോൾ അത് ബേസിക്കലി നമ്മൾ പറയാൻ പോകുക എന്ന് പറയുന്നത് സെൻ എന്ന് പറഞ്ഞ ഒരു സ്പിരിച്വൽ ട്രഡീഷനുണ്ട്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. സ്പിരിച്വാലിറ്റിക്ക് ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഈ സെന്നിനെ പറ്റി അറിയാവുന്നുണ്ട്. സെൻ എന്ന് പറയുന്നത് മെഡിറ്റേഷൻ ആൻഡ് സ്പിരിച്വൽ ട്രഡീഷനാണ്. സോ അവർ ഒരു 7 ലെയേഴ്സ് ഓഫ് ഈഗോയെ പറ്റി അവർ പറഞ്ഞിട്ടുണ്ട് അവരുടെ സ്ക്രിപ്ചേഴ്സിൽ. സോ ഈഗോയുടെ ഈ 7 ലെയേഴ്സ് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നതിലൂടെ മാത്രമാണ് നമുക്കതിനെ ഡ്രോപ്പ് ചെയ്യാൻ സാധിക്കുക എന്നാണ് സെൻ പ്രിൻസിപ്പിൾസിൽ പറയാമെന്ന് പറയുന്നത്. സോ നമുക്ക് നോക്കാം എന്താണ് ഈ 7 ലെയേഴ്സ് എന്നത്. ആദ്യത്തെ ലെയർ ഓഫ് ഈഗോ എന്ന് പറയുന്നത് മെമ്മറി എന്നാണ്. അതായത് ഈഗോ എന്ന് പറയുന്നത് ഇറ്റ് ഓൾവേസ് ലീവ്സ് ത്രൂ മെമ്മറി, പാസ്റ്റ്. അതായത് മെമ്മറിയുടെ ഒരു അക്യുമുലേഷനെയാണ് നമ്മൾ ഈഗോ എന്ന് നോർമലി ഡിഫൈൻ ചെയ്യുക എന്ന് പറയുന്നത്. സോ ഈഗോ കൺസിസ്റ്റ് ഓഫ് ബേസിക്കലി അവർ പാസ്റ്റ്, അവർ ഐഡൻറ്റിഫിക്കേഷൻ വിത്ത് ദ പാസ്റ്റ്. നമ്മളൊരു 20 വർഷം ജീവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 20 വർഷം ജീവിച്ചിരുന്ന ആ ഒരു മെമ്മറിയുമായിട്ടുള്ള ഒരു ഐഡൻറ്റിഫിക്കേഷനെയാണ് നമ്മൾ ഈഗോ ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. സോ നമ്മൾ ഈഗോലെസ്നെസ് സ്റ്റേറ്റിലേക്ക് നമ്മൾ വരണമെങ്കിൽ വാട്ട്സ് ഇമ്പോർട്ടൻറ്റ് ഈസ് ദാറ്റ് യു ഡ്രോപ്പ് യുവർ ഐഡൻറ്റിഫിക്കേഷൻ വിത്ത് ദ പാസ്റ്റ്. നമ്മൾ പാസ്റ്റിലേക്ക് ഒരുപാട് പോകാതിരിക്കാൻ ശ്രമിക്കുക.
ഒരുപാട് നമ്മുടെ മെമ്മറി നമ്മൾ പ്രസൻറ്റ് മൊമെൻറ്റിൽ കൊണ്ടുവന്ന് ആ മെമ്മറി നമ്മൾ പ്രസൻറ്റിലിരിക്കുമ്പോൾ നമ്മൾ ഒരുപാട് മെമ്മറിയിലൂടെ ഫാൻറ്റസൈസ് ചെയ്യുക, നമ്മൾ നെസ്റ്റാൾജിയ ക്രിയേറ്റ് ചെയ്യുക, പാസ്റ്റിനെ കുറിച്ച് ഒരുപാട് ഇങ്ങനെ ഫാൻറ്റസീസ് ക്രിയേറ്റ് ചെയ്യാതിരിക്കുക. സോ ഇറ്റ്സ് ആക്ച്വലി പ്രിസൺ ഓഫ് ദ ഈഗോയാണ് ഈ ഒരു ഫാൻറ്റസി ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ മെമ്മറീനെ ബേസ് ചെയ്ത്. സോ യു ഹാവ് ടു ഡ്രോപ്പ് യുവർ മെമ്മറി, യുവർ സൈക്കോളജിക്കൽ മെമ്മറി ഹാവ് ടു ബി ഡ്രോപ്ഡ്. നമ്മൾ ഈ ഫാക്ച്വൽ മെമ്മറി ഇവിടെ ഡ്രോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് നമുക്ക് ചില ഇൻഫർമേഷൻസ് നമുക്ക് ആവശ്യമാണ്, നമ്മുടെ പേര്, നമ്മൾ റിലേറ്റ് ചെയ്യുന്ന ആൾക്കാർ, ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് നോർമൽ ലൈഫിൽ വർക്ക് ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ ഫാക്ച്വൽ മെമ്മറി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫർമേഷൻ മെമ്മറി എന്ന് പറയുന്നത്. പക്ഷേ ഇൻഫർമേഷൻ മെമ്മറി കീപ്പ് ചെയ്യുക, അതിന് പകരം നമ്മൾ സൈക്കോളജിക്കൽ മെമ്മറി ഡ്രോപ്പ് ചെയ്യുക. അതായത് നമ്മളിങ്ങനെ പാസ്റ്റിനെ കുറിച്ച് ഒരുപാട് ഫാൻറ്റസീസ് ഇങ്ങനെ ക്രിയേറ്റ് ചെയ്ത് അത് നമ്മൾ പ്രസൻറ്റിൽ കൊണ്ടുവന്ന് ഒരുപാട് ഇങ്ങനെ മിക്സപ്പ് ആക്കാതിരിക്കുക, നമ്മുടെ പ്രസൻറ്റ് മൊമെൻറ്റിനെ മിക്സപ്പ് ചെയ്യാതിരിക്കുക. ദാറ്റ്സ് വാട്ട് ഇമ്പോർട്ടൻറ്റ് വെൻ യു ഹാവ് ടു ഡ്രോപ്പ് യുവർ മെമ്മറി എന്ന് നമ്മൾ പറയുമ്പോൾ. അതിലൂടെയാണ് നമുക്ക് ആ ഒരു ഈഗോലെസ്നെസ്സിലേക്ക് നമുക്ക് വരാൻ സാധിക്കുക എന്ന് പറയുന്നത്. പിന്നെ നെക്സ്റ്റ് തിങ് അബൌട്ട് നെക്സ്റ്റ് ലെയർ ഓഫ് ഈഗോ ഈസ് അൺഅവെയർനെസ്സിൽ നമ്മൾ ജീവിക്കുക എന്നതാണ്. നമ്മൾ അൺഅവെയർനെസ്സിൽ നമ്മൾ എക്സിസ്റ്റ് ചെയ്യുമ്പോഴാണ് നമ്മൾ ഒരുപാട് ഈഗോയിൽ നമ്മൾ ലൈഫിനെ ഫീൽ ചെയ്യുക എന്ന് പറയുന്നത്. അതായത് നമ്മൾ ജീവിതത്തിൽ പല കാര്യങ്ങളും നമ്മൾ ചെയ്യുക എന്ന് പറയുന്നത് നമ്മളൊരു അൺകോൺഷ്യസ് മെക്കാനിക്കൽ സ്റ്റേറ്റ് ആണ്. ഒന്നും നമ്മൾ അവയർനെസ്സോടെ, അവബോധത്തോടെയല്ല നമ്മൾ പല കാര്യങ്ങളും ജീവിതത്തിൽ ചെയ്യാമെന്ന് പറയുന്നത്. മിക്കതും നമ്മളൊരു മെക്കാനിക്കലായിട്ടാണ് ചെയ്യാമെന്ന് പറയുന്നത്. നമ്മൾ നമ്മുടെ നോർമൽ ലൈഫ് നമ്മൾ ജീവിക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ കുറച്ച് അവയർനെസ് ഉണ്ട്, പക്ഷേ കൂടുതൽ നമ്മളൊരു അൺഅവെയർനെസ് സ്റ്റേറ്റിലാണ്, ഒരു പൂർണ്ണ ബോധാവസ്ഥയിലല്ല നമ്മൾ പല കാര്യങ്ങളും ചെയ്യുക എന്ന് പറയുന്നത്. നമ്മൾ ഡ്രൈവ് ചെയ്യുക, ഭക്ഷണം കഴിക്കുക, കുളിക്കുക, അങ്ങനെ നിത്യജീവിതത്തിലെ പല കാര്യങ്ങളും നമ്മളൊരു ഡ്രങ്കൺ സ്റ്റേറ്റിൽ, ഒരു പൂർണ്ണ അവെയർനെസ്സിലല്ല നമ്മൾ നോർമലി എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് പറഞ്ഞത്. സോ നമ്മുടെ അൺഅവെയർനെസ് മാറ്റി നമ്മൾ കൂടുതൽ കോൺഷ്യസ് ആയിട്ട്, വളരെ ഫുൾ കോൺഷ്യസ് ആയിട്ട് നമ്മൾ ജീവിക്കുമ്പോഴാണ് നമുക്ക് ഈഗോയിനെ ഡ്രോപ്പ് ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത്. നമ്മൾ കോൺഷ്യസ്നെസ്സിൽ നമ്മൾ വളരും തോറും, അല്ലെങ്കിൽ നമ്മൾ അവെയർനെസ്സിൽ നമ്മൾ കൂടുതൽ വളരും തോറും നമ്മുടെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഈഗോ എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളൊരു നെഗറ്റീവ് സംഭവമാണ്, റിയൽ അല്ല. സോ റിയൽ അല്ലാത്ത കാര്യങ്ങളെല്ലാം നമ്മുടെ അവെയർനെസ്സിൽ ഡ്രോപ്പ് ആവും എന്നാണ് നമ്മൾ മെഡിറ്റേഷനിൽ പറയാമെന്ന് പറയുന്നത്. സോ ദ കീ ഈസ് അവെയർനെസ്. വൺസ് യു ഗ്രോ ഇൻ അവെയർനെസ്, ആർട്ടിഫിഷ്യൽ തിങ്സ് ലൈക്ക് ഈഗോ ഓട്ടോമാറ്റിക്കലി ഡ്രോപ്സ്. സോ കൂടുതൽ അവെയർ ആകുക എന്നതാണ് നമുക്ക് ഇതിനുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് തിങ് എന്ന് പറയുന്നത് നമ്മൾ അംബീഷൻ അല്ലെങ്കിൽ കമ്പാരിസണിൽ നമ്മൾ ജീവിക്കുക എന്ന് പറയുന്നത് ഈഗോയുടെ മറ്റൊരു ലെയറാണ്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഈഗോ ഓൾവേസ് ലീവ്സ് ഇൻ കമ്പാരിസൺ വിത്ത് അതേഴ്സ്. അതായത് എപ്പോഴും ഒരു ഇൻഫീരിയോറിറ്റി സുപ്പീരിയോറിറ്റി കോംപ്ലക്സിലൂടെയാണ് നമ്മുടെ ഈഗോ എക്സിസ്റ്റ് ചെയ്യുക എന്ന് പറയുന്നത്. നമുക്ക് നമ്മളെക്കാളും സൗന്ദര്യമുള്ള ആൾക്കാരുണ്ടാകാം, നമ്മളെക്കാളും ഇൻ്റലിജൻ്റ് ഉള്ള ആൾക്കാരുണ്ടാകാം, നമ്മളെക്കാളും ഒരു ബെറ്റർ ഫിനാൻഷ്യൽ സ്റ്റേജിലുള്ള ആൾക്കാരുണ്ടാകാം. സോ അവരൊക്കെ ആയിട്ട് നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് കമ്പയർ ചെയ്യുക, അല്ലെങ്കിൽ അവനേക്കാളും ബെറ്റർ പൊസിഷനിൽ എനിക്കെത്തണം, അവൻ താഴണം, ഞാൻ വലുതാകണം, അങ്ങനെയുള്ള അംബീഷൻസ് കമ്പാരിസൺസിലൂടെ നമ്മൾ എക്സിസ്റ്റ് ചെയ്യുകയാണെങ്കിൽ യു ലീവ് ഇൻ ദ ഈഗോ. സോ യു ഹാവ് ടു ഡ്രോപ്പ് ദിസ് ടൈപ്പ് ഓഫ് അംബീഷൻസ് ആൻഡ് കമ്പാരിസൺസ് വിത്ത് അതർ പീപ്പിൾ. നമ്മളായിട്ട് നിൽക്കുക, നമ്മൾ മറ്റുള്ളവരെക്കാളും ബെറ്റർ ആകാതിരിക്കാൻ ശ്രമിക്കുക. അതിൻ്റെ ആവശ്യമില്ല, ബിക്കോസ് എവരി പേഴ്സൺ ഈസ് യുണീക്ക്. നമുക്ക് വേറൊരാളെക്കാളും ബെറ്റർ ആകാൻ പറ്റില്ല. നമുക്ക് നമ്മളെ തന്നെ മെച്ചപ്പെടുത്താനേ സാധിക്കുള്ളൂ. മറ്റുള്ളവരുമായുള്ള കമ്പാരിസൺസ് എല്ലാം നമ്മൾ ഒഴിവാക്കുക. സോ അതിലൂടെ മാത്രമേ നമുക്ക് ഈഗോയെ ഡ്രോപ്പ് ചെയ്യാൻ സാധിക്കുള്ളൂ. സോ ദാറ്റ്സ് അനദർ ലെയർ അബൌട്ട് ഹൗ ടു ഡ്രോപ്പ് ദ ഈഗോ. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫ്യൂച്ചറാണ്. അതായത് ഈഗോ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു ഫ്യൂച്ചറിൽ ജീവിക്കുന്ന ഒരു ടൈപ്പാന്ന് പറയുന്നത്. ഈഗോയുടെ വേറൊരു ലെയറാണ്. അത് ഇറ്റ് ഈസ് ഓൾവേസ് ക്രിയേറ്റിംഗ് ഫാൻറ്റസീസ് അബൌട്ട് ഫ്യൂച്ചർ. നാളെ എന്താകും, നാളെ ഇങ്ങനെ ചെയ്യും, നാളെ ഞാൻ ഇങ്ങനെയാകും, മറ്റേതാകും, മറിച്ചതാകും എന്ന് നമ്മളിങ്ങനെ ഒരുപാട് ഫ്യൂച്ചറിനെ കുറിച്ച് നമ്മൾ ഒരുപാട് സൈക്കോളജിക്കൽ മെമ്മറി ക്രിയേറ്റ് ചെയ്യുന്നു. അത് ഒരു ഈഗോയുടെ ഒരു പ്രിസണാണ്, ഒരു ഇംപ്രിസൺമെൻ്റ് ആണ്. ഒരുപാട് നമ്മളിങ്ങനെ ഫാൻറ്റസീസ് ഫ്യൂച്ചറിനെ കുറിച്ച് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈഗോയിൽ സ്റ്റക്കായി പോകും. സോ നമ്മൾ ഇവിടെ സൈക്കോളജിക്കൽ മെമ്മറിയാണ് ഡ്രോപ്പ് ചെയ്യേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞത് നമുക്ക് ഫാക്ച്വൽ മെമ്മറി വേണം. അതായത് നമുക്കിപ്പം അടുത്ത മാസം നമുക്ക് മുംബൈ വരെ ഒരു ഫ്ലൈറ്റിലേക്ക് പോകണം, അതിനുവേണ്ടി നമുക്കൊരു ടിക്കറ്റ് മറ്റന്നാൾ ബുക്ക് ചെയ്യണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നതിന് വിഷയമില്ല. അത് പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങളാണ്. നമുക്ക് ഒരു വർക്ക് റിലേറ്റഡ് ആയിട്ട് പ്രാക്ടിക്കൽ തന്നെ കണക്ട് ചെയ്യുന്ന ഒരു കാര്യമാണ്. പക്ഷെ നമ്മൾ ആ ഒരു കാര്യത്തെപ്പറ്റി നമ്മൾ ഒരുപാട് ഇങ്ങനെ സൈക്കോളജിക്കൽ മെമ്മറി ക്രിയേറ്റ് ചെയ്യും. അതായത് ഞാൻ നാളെ ടിക്കറ്റ് എടുക്കാൻ പോകുമ്പോൾ എനിക്ക് ഇങ്ങനെ സംഭവിക്കും, അങ്ങനെ അവരെന്നോട് ഇങ്ങനെ മിണ്ടുവോ, മറ്റേത് മറിച്ചതോ, അന്ന് എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു ആർട്ടിഫിഷ്യൽ പ്രൊജക്ഷൻസ് നമ്മൾ മൈൻഡിലൂടെ ഇങ്ങനെ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ദെൻ യു ആർ ഇൻ ദ ട്രാപ്പ് ഓഫ് ഈഗോ എന്നാണ് നമ്മൾ മെഡിറ്റേഷന് ഈ ഒരു സെൻ പ്രിൻസിപ്പിൾസിൽ നമ്മൾ പറയാമെന്ന് പറയുന്നത്. സോ ഫ്യൂച്ചറിൻ്റെ ഒരു സൈക്കോളജിക്കൽ മെമ്മറി നമ്മൾ ഡ്രോപ്പ് ചെയ്യണം. ഓൺലി ബിക്കം പ്രാക്ടിക്കൽ അബൌട്ട് ദ ഫ്യൂച്ചർ. ഡോണ്ട് ക്രിയേറ്റ് എ ഫാൻറ്റസി അബൌട്ട് യുവർ ഫ്യൂച്ചർ.
പിന്നെ എന്ന് പറയുന്നത് കണ്ടീഷനിങ്സ് ആണ്. അതായത് ലൈഫിൽ എന്താ പറയുക കണ്ടീഷനിങ്സ് എന്ന് പറയുന്നത് ഈഗോയുടെ ഒരു മെയിനായിട്ടുള്ളൊരു ഇമ്പോർട്ടൻറ്റ് ലെയറാണ്. അതായത് നമ്മൾ കണ്ടീഷനിങ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നതുകൊണ്ട് നമ്മൾ ഒരു സൊസൈറ്റിയിൽ നമ്മൾ ജനിക്കുമ്പോൾ നമ്മുടെ ബർത്ത് തൊട്ട് നമ്മൾ ഡെത്ത് വരെ നമ്മൾ ഒരുപാട് കണ്ടീഷനിങ്സിലൂടെയാണ് നമ്മൾ പോകുക എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു കൾച്ചറിൽ ജനിക്കുമ്പോൾ ഇപ്പോൾ നമ്മളൊരു ഹിന്ദു ഫാമിലി ജനിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഹിന്ദുവായിട്ട് നമ്മളെ കണ്ടീഷൻ ചെയ്യും. അങ്ങനെ നമുക്ക് ഒരു ഹിന്ദു റിലേറ്റഡ് ആയിട്ടുള്ള നെയിം തരും. എന്നിട്ട് നമ്മളോട് പറയും നമ്മൾ ഈ റിലീജിയനിലാണ്, ഈ റിലീജിയൻ നമ്മുടെ ഭാഗമാണ്, ബർത്തിൻ്റെ ഭാഗമാണ് എന്ന രീതിയിൽ നമുക്കൊരു ആർട്ടിഫിഷ്യൽ ഐഡൻറ്റിഫിക്കേഷൻ നമ്മുടെ സൊസൈറ്റി നമ്മളെ ക്രിയേറ്റ് ചെയ്യും. സോ കണ്ടീഷനിങ് എന്ന് പറയുന്നത് വളരെ ഡീപ്പ് റൂട്ടഡ് ആണ്. എല്ലാവരും ഇപ്പോൾ നമ്മളൊരു ഇന്ത്യൻ ആയിട്ട് നമ്മൾ ഫീൽ ചെയ്യുന്നു, നമ്മളൊരു ഹിന്ദു ആയിട്ട് നമ്മൾ ഫീൽ ചെയ്യുന്നു, അങ്ങനെ അല്ലെങ്കിൽ ചില ആൾക്കാരിപ്പം ചില വർക്ക് ഇപ്പം ചില ഫാമിലി എന്ന് പറയുന്നത് ഒരു ബിസിനസ് ഫാമിലി ജനിച്ചു കഴിഞ്ഞാൽ നീ ബിസിനസ് മാത്രമേ ചെയ്യാവുള്ളൂ, നീ ഒരു ബിസിനസ് മാൻ ആയിരിക്കണം എന്ന രീതിയിൽ നമ്മളെ കണ്ടീഷൻ ചെയ്യുന്നു. അങ്ങനെ ഈ കണ്ടീഷൻസ് എന്ന് പറയുന്നത് വളരെ ഡീപ്പ് റൂട്ടഡ് ആണ്. ഓരോ വ്യക്തിയും സോഷ്യൽ കണ്ടീഷനിങ്ങിലൂടെയാണ് പോകുന്നത്. ഓരോ സമൂഹവും അതിൻ്റേതായ രീതിയിൽ നമ്മളെ കണ്ടീഷനിങ്സ് ചെയ്യും. സോ ഈ ബേസിക്കലി എന്ന് പറയുന്നത് ഹിന്ദു മുസ്ലിം എന്ന രീതിയിലുള്ള കണ്ടീഷനിങ്സിനെയൊക്കെ നമ്മൾ മറികടക്കുക. ഈ കണ്ടീഷനിങ്സ് എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും ഒരു ഇംപ്രിസൺമെൻ്റ് ആണ്. അങ്ങനെയുള്ള ഒരുപാട് ടൈപ്പ് ഓഫ് കണ്ടീഷനിങ് നമ്മൾ സൊസൈറ്റിയിലുണ്ട്. ഒരാണായാലും ഇങ്ങനെ പെരുമാറണം, ഒരു പെണ്ണായാലും ഇങ്ങനെ പെരുമാറണം, ആണുങ്ങൾ കരയാൻ പാടില്ല, പെണ്ണുങ്ങൾ എപ്പോഴും ഒതുങ്ങി ജീവിക്കണം, അങ്ങനെ ഇതെന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് കണ്ടീഷനിങ് ആണ്. സോ ഈ കണ്ടീഷനിങ്ങിൻ്റെ എല്ലാം പുറത്ത് കിടക്കാൻ നമ്മൾ ശ്രമിക്കണം. വാട്ട് ദ സൊസൈറ്റി ഈസ് സേയിങ് ഈസ് നോട്ട് ദ റൈറ്റ് തിങ്, ഇറ്റ് ഈസ് ആക്ച്വലി കണ്ടീഷനിങ് എന്ന് മനസ്സിലാക്കി ആ കണ്ടീഷനിങ്ങിൻ്റെ പുറത്ത് കിടക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു റിയൽ സെൽഫിലേക്ക് വരാൻ സാധിക്കുക എന്ന് പറയുന്നത്. ഈഗോ എന്ന് പറയുന്നത് എപ്പോഴും ഒരു കണ്ടീഷനിങ്ങിലൂടെയാണ് ജീവിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഇറ്റ് ഈസ് ദ കണ്ടീഷനിങ്സ് ഓഫ് ദ സൊസൈറ്റി. സൊസൈറ്റിയുടെ ഒരു ബൈ പ്രൊഡക്റ്റ് ആണ്. സൊസൈറ്റി നമ്മളിൽ അടിച്ചേൽപ്പിക്കുന്ന ഒരു സംഭവമാണ് ഈഗോ എന്ന് പറയുന്നത്. നമ്മുടെ നെയിം പോലും ഞാൻ പറഞ്ഞല്ലോ, അത് സൊസൈറ്റി തരുന്നതാണ്, നമ്മളല്ല ചൂസ് ചെയ്യുന്നത് പലപ്പോഴും നമ്മുടെ നെയിം കാര്യങ്ങളെന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ഓൾവേസ് ഫ്രം ദ ഔട്ട് സൈഡ്, ഈഗോ ഈസ് ഓൾവേസ് ഫ്രം ദ ഔട്ട് സൈഡ്. അതുകൊണ്ട് സോഷ്യൽ കണ്ടീഷനിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് ഇൻ ദ ക്രിയേഷൻ ഓഫ് ദ ഈഗോ. സോ വൺസ് യു ഗോ ബിയോണ്ട് ഓൾ ദീസ് കണ്ടീഷനിങ്സ്, ടിപ്പിക്കൽ കണ്ടീഷനിങ്സ് എല്ലാത്തിൽ നിന്ന് നമ്മൾ അതിജീവിക്കുന്നതിലൂടെയാണ് നമ്മൾ ഒരു സ്റ്റേറ്റ് ഓഫ് റിയൽ സെൽഫ് അല്ലെങ്കിൽ ഈഗോലെസ്നെസ്സിലേക്ക് നമ്മൾ വരിക എന്ന് പറയുന്നത്. പിന്നെ ഈ ഈഗോയുടെ നെക്സ്റ്റ് ഒരു ലെയറാണ് അരഗൻസ് അല്ലെങ്കിൽ നോൺ ഹംബിൾനെസ് എന്ന് പറയും. അതായത് നമ്മൾ ഒരുപാട് അരഗൻ്റ് ആയിട്ട് നമ്മളിങ്ങനെ പെരുമാറുക, അല്ലെങ്കിൽ നമ്മൾ ഒട്ടും ഹംബിൾ അല്ലാത്തൊരു രീതിയിൽ, ഒട്ടും എളിമയില്ലാത്തൊരു രീതിയിൽ നമ്മൾ ജീവിതത്തോട് പെരുമാറുക എന്നത് നമ്മൾ ഈ ഒരുപാട് ഈഗോയിൽ നമ്മളെ എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതായത് നമ്മളിപ്പം ഇതുകൊണ്ട് ഉദ്ദേശിക്കുക എന്ന് പറയുന്നത് മെയിനായിട്ട് നമ്മൾ ചിന്തിക്കുകയാണ്, അതായത് നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്ക് ജീവിക്കാൻ പറ്റും, എനിക്ക് ആരുടെയും സഹായം വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യും, എനിക്ക് വേറെ ആരും വേണ്ട എന്ന രീതിയിലുള്ള നമ്മളൊരു സെൽഫ് സെൻറ്ററിലെങ്കിൽ നമ്മൾ ഒരുപാട് പോകുകയാണെങ്കിൽ അത് ഇറ്റ് ക്രിയേറ്റ്സ് എ ലോട്ട് ഓഫ് ഈഗോ ഇൻ യു. അതായത് ജീവിതം എന്ന് പറയുന്നത് ബേസിക്കലി ഇറ്റ് ഹാപ്പൻസ് ത്രൂ കോ എക്സിസ്റ്റൻസ് അല്ലെങ്കിൽ ഇൻ്റർഡിപ്പെൻഡൻസിലൂടെയാണ് നമ്മൾ ജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത്. അത് ഇൻ്റർഡിപ്പെൻഡൻസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുക എന്ന് പറയുന്നത് നമ്മൾ ശ്വാസം നമ്മൾ ജീവിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ജീവിതത്തിൽ നമുക്ക് വേണ്ട ഒരു എസെൻഷ്യൽ കാര്യം എന്ന് പറയുന്നത് ശ്വാസമാണ്, അല്ലെങ്കിൽ ഓക്സിജൻ ഒക്കെ ആണ്. സോ ഈ ഒരു ഓക്സിജൻ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഓക്സിജൻ കിട്ടുക എന്ന് പറയുന്നത് നമുക്ക് പ്ലാന്റ്സിൽ നിന്നാണ്, ട്രീസിൽ നിന്നാണ്, അല്ലേ? ട്രീസിൽ നിന്ന് നമുക്ക് ഓക്സിജൻ കിട്ടുന്നു, തിരിച്ച് നമുക്ക് അവർക്ക് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് കൊടുക്കുന്നു. അങ്ങനെ അവർ തമ്മിൽ ഒരു ഇൻ്റർഡിപ്പെൻഡൻസ് ഉണ്ട്. അവർക്ക് നമ്മളും വേണം, നമുക്ക് അവരും വേണം എന്ന രീതിയിലാണ് നമ്മൾ ജീവിക്കാൻ തോന്നുന്നത്. അതുപോലെയാണ് നമ്മൾ മറ്റു മനുഷ്യരുമായിട്ട് നമ്മൾ റിലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. ആണിന് പെണ്ണ് വേണം, പെണ്ണിന് ആണ് വേണം, ആണിനും പെണ്ണിനും തമ്മിൽ ഒരു അട്രാക്ഷൻ ഉണ്ട്. നേച്ചർ അങ്ങനെയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈഗോയിസ്റ്റിക് ആയിട്ടുള്ള ചില ആൾക്കാർ പറയും, ചില ആണുങ്ങൾ പറയും, എനിക്ക് പെണ്ണൊന്നും വേണ്ട, എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ പറ്റും. പക്ഷെ അങ്ങനെയല്ല. നമ്മുടെ ഒരു ബയോളജി, നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് എപ്പോഴും ഒരു വുമണിലേക്ക് ഒരു അട്രാക്ഷൻ ക്രിയേറ്റ് ചെയ്യുക, വുമൻ്റെ നീഡ് വേണം എന്ന രീതിയിലായിരിക്കും നമുക്ക് ഒരു മാനിനെ നേച്ചർ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് വുമൺ എന്ന് പറയുന്നത്. വുമൺ ദേ ഓൾവേസ് ഹാവ് എ സൈക്കോളജിക്കൽ ആൻഡ് ബയോളജിക്കൽ നീഡ് ടുവേർഡ്സ് എ മാൻ. സോ അങ്ങനെയാണ് നേച്ചർ ക്രിയേറ്റ് ചെയ്തിരിക്കുക എന്ന് പറയുന്നത്. എല്ലാ കാര്യങ്ങളെന്ന് പറയുന്നത് എല്ലാത്തിലും ഒരു ഇൻ്റർഡിപ്പെൻഡൻസിയിലൂടെയാണ് നേച്ചർ ക്രിയേറ്റ്സ് എവരിത്തിങ് എന്ന് പറയുന്നത്. നമുക്ക് സൂര്യൻ വേണം, അല്ലേ? സൂര്യൻ ഉണ്ടെങ്കിലേ നമുക്ക് പല ഊർജ്ജവും കിട്ടത്തുള്ളൂ. അങ്ങനെ തിരിച്ചും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, തിരിച്ചും നമ്മൾ നേച്ചറിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് പല രീതിയിൽ. സോ അങ്ങനെ എല്ലാത്തിലൂടെയും നമുക്കൊരു ഇൻ്റർഡിപ്പെൻഡൻസ് ഉണ്ട്. സോ അത് നമ്മൾ മനസ്സിലാക്കി ഒരു നോൺ ഹംബിൾനെസ് ആറ്റിറ്റ്യൂഡ് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ ഒരു ഇൻ്റർഡിപ്പെൻഡൻസിൽ നമ്മൾ ലൈഫിനെ കൊണ്ടുവരാൻ സാധിക്കുക. നമ്മൾ ഒരുപാട് ക്ലോസ്ഡ് ആകുക. ഈഗോ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ വേറെ, എക്സിസ്റ്റൻസ് വേറെ, നമ്മളെ ഒരു ക്ലോസ്ഡ് ആക്കുന്ന ഒരു സംഭവമാണ്. മറ്റ്
എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളിൽ നിന്നല്ല നമ്മളെ ക്ലോസ്ഡ് ആക്കിക്കൊണ്ട് നമ്മളെ ഒരു പ്രിസണിൽ, ഒരു ഇംപ്രിസൺമെൻറ്റിൽ, ഒരു സൈക്കോളജിക്കൽ ഇംപ്രിസൺമെൻറ്റിൽ നമ്മളെ ആക്കുന്നൊരു സംഭവമാണ് ഈഗോ എന്ന് പറയുന്നത്. സോ വാട്ട് മാറ്റേഴ്സ് ഈസ് ദാറ്റ് നമ്മൾ അങ്ങനെ ഒരു ഇംപ്രിസൺമെൻറ്റിൽ നമുക്ക് ഒറ്റയ്ക്ക് ജീവിക്കാൻ സാധിക്കില്ല. നമുക്ക് ഇൻ്റർഡിപ്പെൻഡൻസിൽ മറ്റുള്ളവരുമായുള്ള സഹകരണങ്ങളിലൂടെ മാത്രമേ ജീവിക്കാൻ പറ്റൂ എന്നുള്ള അണ്ടർസ്റ്റാൻഡിങ് ആണ് നമുക്ക് വേണ്ടത് എന്ന് പറയുന്നത്. സോ ദാറ്റ്സ് ദ ഓൺലി വേ ടു ഡ്രോപ്പ് ദ ഈഗോ വൺസ് യു ആർ, അതായത് നമ്മളും എക്സിസ്റ്റൻസുമായിട്ടുള്ള ഒരു വൺനെസ്, ഒരു കണക്ഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെയാണ് നമുക്ക് ആ ഒരു ഈഗോലെസ്നെസ്സിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുക എന്ന് പറയുന്നത്. പിന്നെ ലാസ്റ്റ് ലെയർ ഓഫ് ഈഗോ എന്ന് പറയുന്നത് ഇമിറ്റേഷനാണ്. നമ്മൾ ഇമിറ്റേഷനിലൂടെ നമ്മൾ ജീവിക്കാനുള്ള നമുക്കൊരു ടെൻഡൻസി ഉണ്ടെങ്കിൽ നമ്മൾ ഈഗോയുടെ ഇംപ്രിസൺമെൻറ്റിലാണ് ചിന്തിക്കുക. അതായത് നമുക്ക് ഇമിറ്റേഷൻ എന്ന് പറയുന്നത് കുട്ടികൾക്ക് നല്ലതാണ്. അതായത് കൊച്ചു കുട്ടികൾക്ക് അവർ പല കാര്യങ്ങളും പഠിക്കുക എന്ന് പറയുന്നത്, ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക എന്ന് പറയുന്നത് മുതിർന്നവരെന്താണ് ചെയ്യുന്നത് എന്ന് കാണുന്നതിലൂടെയാണ് പല കാര്യങ്ങളും ബേസിക് കാര്യങ്ങളൊക്കെ പഠിക്കുന്നത്. പക്ഷേ നമ്മളൊരു ഗ്രോണപ്പ് ആയതിനു ശേഷവും നമ്മളിങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യാണ്, മറ്റുള്ളവർ എന്താണ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഞാനും ചെയ്യുക. അങ്ങനെ കോപ്പി അടിച്ച് നമ്മൾ മറ്റുള്ളവരെ കോപ്പി അടിച്ച് നമ്മൾ ഇമിറ്റേറ്റ് ചെയ്ത്, അതായത് എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നു അതുകൊണ്ട് ഞാനും ചെയ്യുന്നു, എൻ്റെ കൂട്ടുകാരനും അതിന് പോകുന്നു, ഞാനും അതിന് പോകുന്നു, എല്ലാവരും ഇന്ന ജോലിക്ക് പോകുന്നു അതുകൊണ്ട് ഞാനും ഇന്ന ജോലിക്ക് പോകുന്നു. ഒരിടയ്ക്ക് ട്രെൻഡാണ് എല്ലാവരും എഞ്ചിനീയറിങ്ങിനും ഡോക്ടറും ആകാൻ പോകുന്നു അതുകൊണ്ട് ഞാനും എഞ്ചിനീയറിംഗ് ഡോക്ടറിനും പോകും. അങ്ങനെ ഒരു ട്രെൻഡ് നമ്മളിടയ്ക്ക് ഇങ്ങനെ +2 കഴിഞ്ഞതിന് ശേഷം ആ ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നല്ലോ. അതൊക്കെ കൂടുതൽ ഇമിറ്റേഷനാണ്. ഇതിൽ പോകുന്ന ഭൂരിപക്ഷ ആൾക്കാർക്കും ഇതിലൊന്നും താല്പര്യമില്ല, ആ ഒരു ട്രെൻഡ് ഫോളോ ചെയ്ത് പോകുകയെന്നേ ഉള്ളൂ. പക്ഷേ അതെന്ന് പറയുന്നത് ആക്ച്വലി ഒരു ടൈപ്പ് ഓഫ് ഇമിറ്റേഷനാണ്. ആ ഇമിറ്റേഷനിലൂടെ നമ്മൾ ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ റിയൽ സെൽഫിലേക്ക് നമുക്ക് ഒരിക്കലും എത്താൻ സാധിക്കില്ല. സോ ഈഗോയെ വളർത്തുന്ന സംഭവം, ഒരു ആർട്ടിഫിഷ്യൽ സെൽഫിൽ നമ്മളെ തളച്ചിരുന്നൊരു സംഭവമാണ് ഇമിറ്റേഷൻ എന്ന് പറയുന്നത്. സോ ഇമിറ്റേഷൻ നമ്മൾ ഡ്രോപ്പ് ചെയ്ത് നമ്മുടെ സെൽഫിന് എന്താണ് വേണ്ടത്, നമ്മുടെ ഉള്ളിൽ എന്താണ് നമ്മുടെ ആവശ്യം, നമ്മുടെ പ്രൊഫഷൻ എന്താണ്, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്താണ്, അത് നമ്മുടെ ഇന്നർ നീഡിലേക്ക് നമ്മൾ ലിസൺ ചെയ്യുമ്പോഴാണ് നമ്മൾ ആ ഒരു ഈഗോയിനെ ഡ്രോപ്പ് ചെയ്യാൻ സാധിക്കുക എന്ന് പറയുന്നത്. ഈഗോ ഓൾവേസ് ലീവ്സ് ത്രൂ ഇമിറ്റേഷൻ എന്ന കാര്യം നമ്മൾ എപ്പോഴും റിമെമ്പർ ചെയ്യുക. സോ ഡ്രോപ്പിംഗ് ദി ഇമിറ്റേഷൻസ് ഈസ് ടു കം ടു എ സ്റ്റേറ്റ് ഓഫ് റിയൽ സെൽഫ്, അല്ലെങ്കിൽ ഈഗോലെസ്നെസ്സിലേക്ക് നമുക്ക് വരാൻ സാധിക്കുക എന്ന് പറയുന്നത്. സോ ഈ ഒരു 7 ലേയേഴ്സ് ആണ് നമുക്ക് മെയിനായിട്ട് നമുക്ക് ഈഗോയെ ഡ്രോപ്പ് ചെയ്യാൻ ആവശ്യമുള്ള ഒരു സംഭവം എന്ന് പറയുന്നത്. സോ ഇതിനെ ഡ്രോപ്പ് ചെയ്യുന്നതിലൂടെ മാത്രമേ നമുക്കൊരു ഓതൻറ്റിക് സെൽഫിലേക്ക് നമുക്ക് വരാൻ സാധിക്കുകയുള്ളൂ. അതിലൂടെ മാത്രമേ നമുക്കൊരു സ്റ്റേറ്റ് ഓഫ് ബ്ലിസ്ഫുൾനെസ്, ഹാപ്പിനെസ്, പീസ്, ജോയ്ഫുൾനെസ്, അങ്ങനെ നമ്മൾ ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന മനോഹരമായ അവസ്ഥകളിലേക്ക് നമുക്ക് എത്താൻ സാധിക്കണമെങ്കിൽ യു ഹാവ് ടു ഡ്രോപ്പ് ദ ഈഗോ. So that's in this video. Thank you for watching.